മേരിമേ, നമ്മുടെ മോളും മരുമോനും വന്നിരിക്കുന്നു. കൊന്തയിട്ട് കുരിശും വരപ്പിച്ച് വലതുകാലി ഒപ്പിച്ച് അകത്തോട്ടുണ്ടായി പാലും പഴം കൊടുക്കണി മേരിമേ. ചേരിയിലെ ചെമ്മാന്റെയും ചെരുപ്പൂത്തിയുടെയും കൂടെ കൂത്താടി നടന്നിട്ട് വന്നിരിക്കാൻ നിന്റെ മോള്. പള്ളിമേടെ ചെന്ന് കുറച്ച് ആനാം വെള്ളം മേടിച്ച് തളിച്ചിട്ട് ആറ്റുവാക്കനെ തറവാട്ടി കയറ്റിയാൽ മതി. എരണം കെട്ടോളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്ന് രാമനാഥ് സാർ പറഞ്ഞോണ്ടാ ഞാൻ ഡേയ്സിയെ കൊണ്ടുവന്നത്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ്. മോനെ മിണ്ടിപ്പോയത് ശാവമേ. ഇതാണോ ഡെയ്സി മോളെ കെട്ടാൻ പോണ പയ്യൻ? മിടുക്കനാണല്ലോ. സൽമാൻ ഖാന്റെ ലുക്കുണ്ട്, പക്ഷെ പൊക്കും പോരാ. പ്രസംഗിക്കാതെ കയറി അകത്ത് വെക്കണം. ഇറങ്ങി കയറുന്നുണ്ട് എനിക്ക്. ഇറങ്ങി പോരാ വലിയ വരട്ടല്ലേ, പോവാൻ തന്നെ വന്നത്, ഇവിടെ കയറി പൊറുക്കാനല്ല. പക്ഷെ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഡേയ്സിയെ കൊണ്ടേ പോവും. തൊട്ടുപോരുത്. ചേരിത്തെരുവിലെ പാവപ്പെട്ട പിള്ളേരെ കയ്യൂക്ക് തനിക്ക് അറിയില്ല. കൊട്ടാരക്കെട്ടിരുന്ന് ശീമപ്പന്നയുടെ നെയ് സേവിച്ചുണ്ടാക്കി തന്റെ പൊണ്ണത്തടിണ്ടല്ലോ കുത്തി ചോർത്ത് ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ അപ്പൂ. ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. തോമസേ, ഇവരൊക്കെ എവിടെ പോയി കിടക്കണം? കൊല്ലടാ കൊല്ല്. പക്ഷെ എന്നെ കൊന്നിട്ട് മുതലാളിയും ഗുണ്ടകൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയണം. നിന്റെയൊക്കെ കുടലെടുക്കാൻ പറ്റിയ ആണുങ്ങൾ ഇനിയുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? എന്നതാടാ ഇത്? മോനെ ഉമാർ ഉപദ്രവിച്ചോ? പറഞ്ഞു പറ്റിച്ച് പെണ്ണിനെ കൈക്കലാക്കിയിട്ട് തിണ്ണമെടുക്ക് കളിക്കുന്നതാണ് ആറ്റുവാക്കാരുടെ പാരമ്പര്യം. ഇവന് ഭ്രാന്താണ് മക്കളെ. പിന്നെ മോൻ ഒന്നും ഓർക്കണം, ഇവനൊരു അപ്പനല്ലേ. പിന്നെ തോമാശ്ലീഹ നേരിട്ട് വന്ന് മാമോസ വെള്ളം ഒഴിച്ച് നസ്രാണിപ്പട്ട തന്നവരാ ഞങ്ങള്. അപ്പൊ അവിടുത്തെ ഒരു മാലഹ കുഞ്ഞ് കൈവിട്ട് പോകുമ്പോൾ ഏതപ്പനാ മക്കളെ ദണ്ണം വരാത്തത്? അപ്പൊ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് രാമനാഥ് സാറിന് വാക്ക് കൊടുത്തിട്ട് ഇയാളിപ്പോ എന്തിനെ വൃത്തിയോട് പറയുന്നത്? മോൻ ക്ഷമിച്ചുകള. രാമനാഥനോടെന്നല്ല, യവനോട് ആറ്റുവാക്കാര് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും അത് പാലിച്ചിരിക്കും. ഞങ്ങൾ നേരും നെറുവുള്ളവരാ. മക്കളിപ്പോ ഡേയ്സിലെ വല്യപ്പച്ചനല്ലേ ഈ പറയുന്നേ.